നീ എന്തൊക്കെ കണ്ടു? നീ ഇവിടെ വന്നിട്ട് എന്തൊക്കെ കണ്ടു? കണ്ടു. നീ വലിച്ചാ? ഇല്ല. കൊറേ പന്തൊക്കെ ഉണ്ട്, വാങ്ങിച്ചോ? വാങ്ങിച്ചു തരാൻ പറയണം കേട്ടോ, കൽപ്പാത്തിയിൽ മാത്രമേ കിട്ടുള്ളൂ. അമ്മയുടെ അടുത്ത് ഞങ്ങൾ വന്നിട്ട് 2 വർഷമായി ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നപ്പോൾ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. വന്നാ പിന്നെ തിരിച്ചു പോവാൻ തോന്നില്ല, അതാണ് ഈ കൽപ്പാത്തിയുടെ ഒരു പ്രത്യേകത. ചേച്ചി എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഹലോ, എങ്ങനെയുണ്ട്? നല്ലോണാണ്. ഇവിടെ വന്നിട്ട് എന്തൊക്കെ കണ്ടു? രഥങ്ങള് കണ്ടോ? ആനയെ കണ്ടോ? രഥം വലിച്ചോ? ഫാൻ വാങ്ങിയോ? അന്നദാനത്തിന് ഫുഡൊക്കെ കഴിച്ചാ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലോണം ചേച്ചി എങ്ങനെയുണ്ട് ആഘോഷങ്ങളൊക്കെ? അടിപൊളിയാ, നല്ലതാ. എപ്പോ എത്തി? കുറെ നേരമായി. പരിപാടിയൊക്കെ തീർന്ന് രാത്രി ഇനി പോവും? കുറച്ച് കഴിയുമ്പോൾ പോകും. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നത്, അപ്പൊ കുറച്ച് കഴിയുമ്പോൾ പോകും. എന്തായാലും എറണാകുളത്ത് നിന്നൊക്കെ വരുന്നതാണ്. രാവിലെ എത്തി കുറേ നേരം ഇനി ആ ആഘോഷങ്ങളൊക്കെ കണ്ട് രാത്രിയോ മടങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ പിറ്റേ ദിവസം അതൊക്കെ കഴിഞ്ഞിട്ടേ മടങ്ങുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ നിമിഷവും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഇന്ന് നേരത്തെ ഈ സമീപത്തുള്ളവരൊക്കെ രാവിലെ വന്ന് രാവിലത്തെ പരിപാടിയൊക്കെ കണ്ടുപോയി, ഒന്ന് വിശ്രമിച്ച് പിന്നെ വൈകിട്ടോട് കൂടി ഇങ്ങനെ ഒഴുകി എത്താണ്. ചേട്ടാ, ഇവിടുന്ന്? ഞാൻ ശേഖരീപുരം, ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആഘോഷം? ആഘോഷം വേണ്ടില്ല, കുഴപ്പമില്ല. ഏകദേശം എത്ര രഥോത്സവങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ വർഷങ്ങളോളം കണ്ടിട്ടുണ്ട്. എനിക്ക് വയസ്സ് 65ആയി. അപ്പൊ പഴയ ഒരു രഥോത്സവമാണോ ഇപ്പോഴത്തെ ആണോ? എന്തെങ്കിലും മാറ്റമുണ്ടോ പുതിയെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് പകരം JCB ചോദിക്കുന്നുണ്ട്. എന്നാൽ ആനയുണ്ടോയെന്ന് ചോദിച്ചാൽ ആനയുണ്ട്, ആൾക്കാരൊക്കെ അതേപോലെ ഉണ്ട്. എന്നാലും പഴയതിൻ്റെ ഒരു ഗെറ്റപ്പ് ഇപ്പം ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല. അടിപൊളിയായി പോകുന്നു. അതാണ് എനിക്ക് അടിപൊളിയായി തന്നെ പോകുന്നു. പഴയന്റെ ഒരു ഗെറ്റപ്പ് ഇല്ലാന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്. കുറെ കാലമായിട്ട് രഥോത്സവം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ രഥോത്സവത്തിന്റെ കാര്യത്തിലാണെങ്കിലും മുൻപ് കണ്ടിട്ടുള്ളതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? അത്ര പ്രായമൊന്നുമില്ലല്ലോ. എന്നാലും 3 വർഷത്തെ അല്ല, അങ്ങനെയല്ല ഷംന. ആളുകളുടെ എണ്ണത്തിൽ ഒരു കൂടുതൽ ഉണ്ടായിട്ടുണ്ട്, പിന്നെ കടകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ചേഞ്ച് നിലവിലത്തെ സാഹചര്യത്തിൽ അനുഭവപ്പെടുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇപ്പൊ വെയിലുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടേക്ക് ഭയങ്കര ബ്ലോക്ക് ആണെന്നോ ഷംന വന്നപ്പോ കണ്ടിട്ടുണ്ടാവില്ല, എന്തോരം ബ്ലോക്കാണ്. അപ്പൊ പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ ആളുകൾ തയ്യാറാണ് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ വൻ തിരക്കായിരിക്കും. ഇത് കൂടെയൊക്കെയാണ് രഥങ്ങൾ ഇങ്ങനെ ഉരുണ്ട് വരാൻ പോകുന്നത്, ആളുകൾ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ചില രഥങ്ങൾ വലിക്കാൻ വേണ്ടിയിട്ട് ആനയുടെ സഹായം തേടാറുണ്ട്, JCB ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ മനുഷ്യാധ്വാനം കൊണ്ട് വലിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള രഥങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ആളുകൾ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നൊപ്പം ഐഷത്തുൽ ഷംനയും അഗ്രഹാര വീഥിയിൽ നിന്നുള്ള കൽപ്പാത്തിയിൽ നിന്നുള്ള കാഴ്ചകൾ, വിശേഷങ്ങൾ, ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ചരിത്ര പ്രസിദ്ധമായ ദേവരഥ സംഗമത്തിന് ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. സൂര്യാസ്തമയം അവസാനിക്കുന്ന ആ സമയത്ത് മനോഹരമായ കാഴ്ചയോടുകൂടി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ 6 മണിയോടുകൂടി ദേവരഥങ്ങൾ മുഖാമുഖം എത്താൻ പോകുന്നു. അതിന്റെ മനോഹരമായ കാഴ്ച പ്രേക്ഷകരിലേക്ക് ഉറപ്പായും 24 എത്തിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.